പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും നമുക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ കൂടി വരുവാൻ ദൈവം നൽകിയ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ ദൈവമക്കൾക്ക് ഉള്ള പ്രത്യേകതയാണ് ഹല്ലേലൂയ. നമ്മുടെ ബലം, നമ്മുടെ ശക്തി, ഹല്ലേലൂയ, നമ്മൾ ആശ്രയിക്കുന്ന ദൈവത്തിൽ നിന്ന് വരുന്നു. ഹല്ലേലൂയ. മാനുഷികമായി, സാഹചര്യപരമായി എന്തൊക്കെ പ്രതികൂലമുണ്ടെങ്കിലും ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ ഹല്ലേലൂയ, മനുഷ്യന് എന്നോട് എന്തു ചെയ്യാൻ പറ്റും? ഹല്ലേലൂയ. ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ ഹല്ലേലൂയ, നമുക്ക് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഒരു അന്ധകാര ശക്തിയും ഒരു സിസ്റ്റവും സാത്താൻ എന്തൊക്കെ നമുക്കെതിരായിട്ട് പ്രവർത്തിച്ചു എന്ന് പറഞ്ഞാലും ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ നമ്മൾ ജയിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന വേദഭാഗത്തെക്കുറിച്ച് സജീവയെ പറഞ്ഞു. ദൈവത്തിന് വേണ്ടിയാണ് നമ്മളെ വേർതിരിച്ചത്. ഹല്ലേലൂയ. ആ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ആ ഒരു ആശയം നമ്മുടെ ബുദ്ധിമണ്ഡലങ്ങളിലും നമ്മുടെ മനസ്സിലും നമ്മുടെ ആത്മാവിലും നമ്മുടെ ശരീരത്തും നമ്മളുടെ എല്ലാ അണ്ടർസ്റ്റാൻഡിങ്ങിലും ഈ ഒരു കാര്യം എപ്പോഴും നമുക്ക് ഉണ്ടായിരിക്കണം. നമുക്ക് വേണ്ടിയല്ല, ദൈവത്തിന് വേണ്ടി. അപ്പോൾ ദൈവത്തിന് എന്തൊക്കെ ഉദ്ദേശമുണ്ട്? നമ്മൾ ദൈവത്തിൻ്റെ ഉദ്ദേശം നമ്മുടെ ജീവിതത്തിൽ ആവട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അങ്ങോട്ട് ചെല്ലണത്. അത് നമുക്ക് വേണമെന്നുള്ള ഒരു അത്യന്തപരമായിട്ടുള്ള ഒരു ഉള്ളിൽ നിന്നുള്ള ഒരു ഭയങ്കരമായ ഒരു ആഗ്രഹം, ഭയങ്കരമായ ഒരു സമർപ്പണം, ഇതൊക്കെ ക്രിസ്ത്യൻ ലൈഫിലോട്ട് വരുമ്പം തന്നെ നമുക്ക് ഉണ്ടാകേണ്ടതാണ്. അല്ലെങ്കിൽ അതാണ് എൻ്റെ രീതി. ഇന്ന് നമ്മൾ 20-ാം അധ്യായത്തിലോട്ടാണ് നമ്മൾ കടക്കുന്നത്. വളരെ പ്രാധാന്യമുള്ള ചില കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവ് ഇന്നടിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. നമുക്ക് ആ വേദഭാഗങ്ങളിലോട്ട് നമുക്ക് കടക്കാം. കൂടി വന്നിരിക്കുന്ന ഓരോരുത്തരും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവം നമ്മളെ ഓരോരുത്തരും ശക്തിപ്പെടുത്തട്ടെ, ബലപ്പെടുത്തട്ടെ. ദൈവത്തിൻ്റെ ഉദ്ദേശം നമ്മുടെ ജീവിതത്തിൽ നടക്കട്ടെ. ഇന്നത്തെ വചനത്തിൻ്റെ പഠനത്തിന് വേണ്ടി പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ദൈവം ഈ വചനങ്ങളൊക്കെയും അരുളി ചെയ്തു. അടിമ വീടായ മിസ്രയീം ദേശത്തു നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. മതി. നമ്മൾ പലപ്പോഴും, അറ്റ്ലീസ്റ്റ് ഫോർ മീ ഇറ്റ് ഈസ് ട്രൂ, ഈ വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ നമ്മളിങ്ങനെ 10 കൽപ്പനയുടെ ആ ഒരു പഠിക്കാനുള്ള അല്ലെങ്കിൽ ലാഘവത്തോടെ ഇങ്ങനെ വായിച്ചങ്ങ് വിടുകയാണ്. ആ ഭാഗങ്ങൾ, അതായത് 10 കൽപ്പന കാണാപ്പാടാണ്. പക്ഷേ പരിശുദ്ധാത്മാവ് ഇന്ന് എന്നെ ഈ വാക്യത്തിൽ തളച്ചിട്ടു എന്ന് വേണേൽ പറയാം. ഇവിടെ ദൈവം തന്നെ ദൈവത്തിൻ്റെ കൽപ്പനയായിട്ട് ഏറ്റവും ആദ്യം പറയുന്ന രീതി നമ്മൾ നോക്കുക. അടിമ വീടായ മിസ്രയീം ദേശത്ത് നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിന്റെ ദൈവമാവും. നമ്മൾ ദൈവത്തിൻ്റെ പക്ഷത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു അവസ്ഥയാണ്, നമ്മൾ എന്ത് അവസ്ഥയിൽ നിന്നാ ദൈവം നമ്മളെ രക്ഷിച്ച് കൊണ്ടുവന്നത്. നമ്മൾ പലപ്പോഴും ആ നന്ദി ഉള്ള ഒരു ഹൃദയത്തോടുകൂടെയാണോ ദൈവത്തിൻ്റെ സന്നിധിയിൽ ശരിക്കും വന്നിരിക്കുന്നത്? ദൈവം എപ്പോഴും, നമ്മൾ കഴിഞ്ഞ ആഴ്ച കാലം പലപ്പോഴും അത് വീണ്ടും ഓർപ്പിച്ച് ദൈവം പറഞ്ഞതായിട്ട് നമുക്ക് മനസ്സിലാവും. കഴുകൻ്റെ ചിറകിൽ വഹിച്ചുകൊണ്ടാണ് ദൈവം നമ്മളെ കൊണ്ടുവന്നത്, ദൈവത്തിന് വേണ്ടി. അപ്പോൾ അങ്ങനെയുള്ള ദൈവം പറയാ, ഞാനല്ലാതെ അന്യദൈവം നിങ്ങൾക്ക് ഉണ്ടാകരുത്. നമുക്ക് ഈ വേദഭാഗം കുറച്ച് ഡീപ്പായിട്ട് പഠിക്കേണ്ടതുണ്ട്.
നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക. ദൈവം പറയുന്നു, ഞാനല്ലാതെ അന്യദൈവം നിങ്ങൾക്കുണ്ടാകരുത്. അടിമ വീടായ, അല്ലെങ്കിൽ നിങ്ങളുടെ അടിമത്തത്തിലായിരുന്നു, അവിടുന്ന് നിങ്ങളെ രക്ഷിച്ചു കൊണ്ടുവന്ന ദൈവമാ ഞാൻ, നിങ്ങൾ എന്നെ മാത്രമേ സേവിക്കാവൂ. അങ്ങനെയാണല്ലോ ദൈവം പറയണേ. വേറൊരു ദൈവം ഉണ്ടാവരുത്. അപ്പൊ അങ്ങനെ പറയാൻ എന്തൊക്കെ കാരണമുണ്ട്. അത് മാത്രമല്ല, നമുക്ക് ഈ ദൈവത്തെ ദൈവം ഉദ്ദേശിച്ച രീതിയിൽ തന്നെ വേറെ ഒരു ഡിപ്പെൻഡൻസിയും ഇല്ലാതെ ദൈവത്തെ മാത്രം നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സിസ്റ്റം വേണം എന്ന് ദൈവം ഇവിടെ വളരെ ശക്തമായി, വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് പറയാം, നിർബന്ധത്തോടെ പറയാം. അപ്പൊ ഞാൻ നമ്മൾ പ്രാക്ടിക്കലിയാണ്, വചനം പഠിക്കാനാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ഫീലിംഗ് നമുക്കും തോന്നണ്ടേ? ഇങ്ങനൊരു ഫീലിംഗ് നമുക്ക് തോന്നണമല്ലോ. ആമേൻ. അപ്പോ ഈ വേദഭാഗം നമ്മൾ യഥാർത്ഥമായി പഠിക്കുമ്പോൾ നമുക്ക് ദൈവത്തെക്കുറിച്ച് നമുക്ക് കുറച്ച് ആഴത്തിലുള്ള, കുറച്ചുകൂടെ ഒരു അറിവും ഒരു ക്ലാരിറ്റിയും പരിശുദ്ധാത്മാവ് ഇന്ന് നമുക്ക് നൽകും. ഹല്ലേലൂയ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വേദഭാഗമാണ്. പലപ്പോഴും നമുക്ക് ഈ ദൈവത്തെക്കുറിച്ചുള്ള ആ ഒരു അറിവ് പലപ്പോഴും ലിമിറ്റായിട്ടാണ് പല രീതിയിൽ സാത്താൻ പല മേഖലകളിൽ നമ്മുടെ ജീവിതത്തിൽ അഡ്വാൻറ്റേജ് എടുക്കുന്ന ഒരു അവസ്ഥയിലോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ ദൈവം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാനല്ലാതെ അന്യദൈവം നിങ്ങൾക്കുണ്ടാവരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ദൈവത്തിന് ചില സിസ്റ്റങ്ങളുണ്ട്, ദൈവത്തിന് ചില രീതികളുണ്ട്. ഇന്ന് നമ്മൾ ഈ ദൈവത്തെക്കുറിച്ച് അങ്ങനെ പറയുന്ന ആ ദൈവത്തിൻ്റെ ചില ആട്രിബ്യൂട്ട്, പരിശുദ്ധാത്മാവ് എന്നെ ഏൽപ്പിച്ച ചില കാര്യങ്ങളാണ് ഞാൻ പകർന്നു നൽകുവാൻ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥനയോടുകൂടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വളരെ മർമ്മങ്ങൾ മാത്രം അടങ്ങിയിരിക്കുന്ന ഒരു എൻറിച്ച് ആയിട്ടുള്ള, പാക്ഡ് ആയിട്ടുള്ള ഒരു ബൈബിൾ സ്റ്റഡി സെഷനാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ഭാഗങ്ങളും ശ്രദ്ധിച്ച്, അതായത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഭാഗത്ത് നിന്ന് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോലും സമയമില്ല. ബട്ട് വാട്ട് എവർ ഐ എം ഗോയിങ് ടു സേ, ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്, ബിക്കോസ് ഗോഡ് ഹാസ് ഗിവൺ മീ. ദൈവത്തിന് ചില ഉദ്ദേശമുണ്ട്. ഹല്ലേലൂയ. ഇപ്പോൾ ഈ വേദഭാഗം നമ്മൾ വായിക്കുമ്പോൾ തന്നെ ദൈവം വളരെ കർക്കശമായി പറയുന്നു, ഞാൻ മാത്രമേ നിങ്ങൾക്ക് ദൈവമായിട്ട് പാടുള്ളൂ. അപ്പൊ അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഈ ദൈവത്തിൻ്റെ ചില ക്വാളിറ്റീസ്, ചില വ്യത്യാസങ്ങൾ നമുക്ക് മനസ്സിലാക്കണം. വൺസ് നമുക്കത് മനസ്സിലായാൽ, ഹല്ലേലൂയ, നമ്മൾ ഹല്ലേലൂയ, വിശ്വസിക്കുന്ന, നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ദൈവത്തെക്കുറിച്ചുള്ള ഹല്ലേലൂയ, ആ ഡിപ്പെൻഡൻസിയും സ്നേഹവും ബഹുമാനവും അവനെക്കുറിച്ചുള്ള അറിവും ശക്തമായി വർദ്ധിച്ചിട്ട് നമ്മുടെ ഹല്ലേലൂയ ജീവിതം വേറൊരു ലെവലിലോട്ട് ഹല്ലേലൂയ ആകുവാൻ ഇന്നത്തെ ബൈബിൾ സ്റ്റഡി സഹായിക്കുമെന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഉറപ്പ് തരുന്നു. ഹല്ലേലൂയ. അതിനുവേണ്ടി നമുക്ക് ആദ്യം തന്നെ ഇപ്പോൾ ചില വേദഭാഗങ്ങൾ നമ്മൾ വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 4-ാം വാക്യം വായിച്ചിട്ട്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 4-ാം വാക്യം. വെളിച്ചം നല്ലത് എന്ന് ദൈവം കണ്ടു. ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർപിരിച്ചു. മതി. ഞാൻ ചില ആത്മീയ മർമ്മങ്ങളാണ് പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഉൽപ്പത്തി 1:4 തന്നെ ഒരു കാര്യം വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ടതും, ഞാനല്ലാതെ അന്യദൈവം ഉണ്ടാവരുതെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ ക്യാരക്ടറുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ദൈവം ഇവിടെ എഴുതിയിരിക്കുന്നു, വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു, ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർപിരിച്ചു. ആമേൻ. ഇതിന് കണ്ടിന്യൂവേഷനായിട്ട് 1 യോഹന്നാൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 5-6 വാക്യങ്ങൾ വായിക്കാം. 1 യോഹന്നാൻ 1:5-6 വാക്യങ്ങൾ. ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടും ഇല്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു. അവനോട് കൂട്ടായ്മ ഉണ്ട് എന്ന് പറയുകയും
ഇരുളിൽ നടക്കുകയും ചെയ്താൽ നാം ഭോഷ്ക് പറയുന്നു, സത്യം പ്രവർത്തിക്കുന്നതുമില്ല. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഈ ഫണ്ടമെന്റൽ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് നമ്മുടെ ക്രിസ്ത്യൻ ജീവിതത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദൈവം പണ്ടേ തന്നെ വെളിച്ചവും ഇരുളും തമ്മിൽ വേർതിരിച്ചതാണ്. ഇത് രണ്ടും ഒരുമിച്ച് പോവില്ല, അഡ്ജസ്റ്റ്മെന്റ് ഇല്ലേ ഇല്ല. പഴയ നിയമത്തിൽ നിന്ന് ഞാൻ വായിച്ചു, പുതിയ നിയമത്തിൽ നിന്ന് വായിച്ചു. പുതിയ നിയമത്തിൽ വളരെ സ്ട്രൈറ്റ് അവേ തന്നെ, കൺഫ്യൂഷൻ ഒന്നും ഇല്ലാതെ തന്നെ പറയാം, ദൈവം വെളിച്ച, അവൻ്റെ വീട്ടിൽ ഒട്ടുമില്ല. ഹല്ലേലൂയ. നമ്മുടെ ക്രിസ്ത്യൻ ലൈഫിൽ നമ്മുടെ തന്നെ പേഴ്സണായിട്ട് അല്ലെങ്കിൽ പേഴ്സണലായിട്ട് നമ്മൾ എപ്പോഴും, നമ്മൾ ഏതൊരു പോയിന്റ് ഓഫ് ടൈമിലും ഇരിക്കുമ്പോൾ ഓൾവേസ് ട്രൈ ടു അനലൈസ് അവേഴ്സെൽഫ്. ഞാൻ വെളിച്ചത്തിലാണോ ഇരുളിലാണോ? ഇത് രണ്ടും കൂടെ ഒത്തുപോവില്ല. അത് അങ്ങനെയല്ല എഴുതിയേക്കണേ. ഇത് ആദ്യം തന്നെ മനസ്സിലാക്കുക. ഇരുളാണെങ്കിൽ, ഇരുട്ടിൻ്റെ പ്രവൃത്തിയാണെങ്കിൽ നമ്മൾ ഇരുളിലാണ് സമ്മതിക്കണം. വെളിച്ചത്തിലാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഇടപാടിൽ, നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ പ്രവൃത്തിയിൽ, നമ്മുടെ ചിന്താഗതിയിൽ, നമ്മുടേതായ ഒരു മേഖലകളിലും സാത്താൻ ഒരു ക്ലെയിമും ഇല്ല. പകരം നമ്മൾ വെളിച്ചത്തിന്റെ ഫുൾ സിസ്റ്റത്തിലാണ് നടക്കേണ്ടത് ആയിരിക്കണം. അല്ലെങ്കിൽ ഹല്ലേലൂയ, ബി ട്രൂത്ത്ഫുൾ ടു അവർ സെൽഫ്. നമ്മളോട് തന്നെ സത്യത്തിന് വേണ്ടി നിൽക്കുക. അതായത് നമ്മൾ ഏതെങ്കിലും കാരണവശാൽ ഇരുളിന്റെ ഭാഗത്ത് വന്നു പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് കണ്ണടച്ച് കളയല്ലേ. ഇത് വെളിച്ചത്തിലാണെന്ന് വിചാരിക്കല്ലേ. ഇരുളിലാണ്. ഹല്ലേലൂയ. നമുക്ക് ഹല്ലേലൂയ ആ ദൈവത്തോട് ഹല്ലേലൂയ ചോദിച്ചാൽ ആ ഇരുളിൽ ഉള്ള അവസ്ഥയിൽ നിന്ന് ദൈവം വെളിച്ചത്തിന്റെ അവസ്ഥയിലോട്ട് മാറ്റാൻ പറ്റും. പക്ഷേ ഉറക്കം നടിച്ചു കഴിഞ്ഞാൽ പറ്റത്തില്ല. നമ്മൾ ഇരുളിലാണെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുമ്പോൾ, കാരണം ആദ്യമേ തന്നെ ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർതിരിച്ചതാണ്. പലപ്പോഴും നമ്മുടെ ഒരു ചിന്താഗതിയാണ്, കുറച്ച് പാപവും കുറച്ച് പ്രശ്നമൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. അതുണ്ടെങ്കിൽ പക്ക ഇരുളാണ്. അത് ചെറിയ പാവമാണ്, വലിയ പാവമാണ്, ഇരുളാണ്. ഒരുപക്ഷെ ചിലപ്പോൾ മരണകരമായ ഇരുളായിരിക്കില്ല. അല്ലെങ്കിൽ യേശു ചിലപ്പോൾ ഓൾറെഡി പരിശുദ്ധാത്മാവ് ഉള്ളിൽ നിന്ന് തേങ്ങുന്നുണ്ടാവും. പക്ഷേ സ്റ്റിൽ ഇഫ് വി ആർ ഡൂയിങ് സർട്ടൻ, അല്ലെങ്കിൽ ഇരുളിന്റെ പ്രവൃത്തിയാണ്, ഇരുള് തന്നെയാണ്. അത് നമ്മൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കേണ്ടതുണ്ട്. ഹല്ലേലൂയ. ചില ഇരുളാണെങ്കിൽ യേശു ഉണ്ടാവത്തില്ല, മരിച്ച ദാസനായിരിക്കും, മരിച്ച മകനായിരിക്കും. അപ്പോൾ ഈ ഞാനല്ലാതെ അന്യദൈവം നിങ്ങൾക്കുണ്ടായിരുന്നു പറഞ്ഞ ദൈവത്തിന്റെ ഈ ആട്രിബ്യൂട്ട് നമ്മുടെ ഒരു ഉറക്കത്തിലും അല്ലെങ്കിൽ ഒരു അവസ്ഥയിലും നമ്മൾ മറന്നുപോകരുത്. ദൈവത്തിന് ഒരിക്കലും അഡ്ജസ്റ്റ്മെന്റിൽ ജീവിക്കാൻ പറ്റത്തില്ല. തെറ്റുപറ്റാം, പക്ഷേ തെറ്റുപറ്റിയ തെറ്റാണ്. ദൈവമേ എന്നോട് ക്ഷമിക്കണമേ, അങ്ങനെ ശുദ്ധീകരിക്കണമേ, അങ്ങയുടെ ആ രക്തം കൊണ്ട് എന്നെ കഴുകണമേ, അങ്ങ് എനിക്ക് വേണ്ടിയാണ് യാഗം ആയി തീർന്നത് എന്ന് യഥാർത്ഥമായി അവൻ്റെ മാംസം തിന്നുകയും രക്തം കുടിക്കുകയും ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ സ്റ്റാറ്റസ് ഇരുളിൽ നിന്ന് വെളിച്ചത്തിലോട്ട് വരും. സോ ഫണ്ടമെന്റലി നമ്മൾ വെളിച്ചത്തിന്റെ മക്കളാണ്. ദൈവത്തിൽ ഇരുളൊട്ടുമില്ല, വെളിച്ചത്തിൽ തന്നെ നടക്കേണ്ടതാണ് എന്നുള്ള ഒരു കാര്യം നമ്മൾ ആഴത്തിൽ നമ്മുടെ ഹൃദയത്തിലോട്ട് ഏറ്റെടുക്കണം. ഹല്ലേലൂയ. ഇതൊരു ഫണ്ടമെന്റൽ ആറ്റിറ്റ്യൂഡാണ്. ഓക്കെ, ഈ ആറ്റിറ്റ്യൂഡ് നമ്മുടെ എല്ലാ ഇടപാടിലും, എല്ലാ തോട്ട് പ്രോസസ്സിലും, എല്ലാ മേഖലകളിലും വേണം. ഹല്ലേലൂയ. ഇനി നമുക്കതിൻ്റെ ഫർദർ ഡീറ്റെയിൽസിലോട്ട് നമുക്ക് പോകേണ്ടതുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ നമ്മളത് ഫർദറായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ ഈ 2 പത്രോസ് 1-ാം അധ്യായം 8 മുതൽ 11 വരെ ഒന്ന് വായിക്കാം. 2 പത്രോസ് 1-ന്റെ 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ഇവ നിങ്ങൾക്കുണ്ടായി. 2 പത്രോസ് 1-ന്റെ 8 മുതൽ 11 വരെ. ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരുമായിരിക്കുകയില്ല. അവയില്ലാത്തവനോ കുരുടനാകുന്നു. അവൻ ഹ്രസ്വദൃഷ്ടിയുള്ളവനും തന്റെ മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവനും തന്നെ. 11 വരെ. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പിൻ. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. ഹല്ലേലൂയ. ഇപ്പോ ഇവിടെ അപ്പോസ്തലനായ പത്രോസ് പറയാണ്, അതായത് എന്തൊക്കെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ അങ്ങോട്ട് പഠിക്കാൻ പോകുന്നത്. ഇവയില്ലാത്തവനോ കുരുടനത്രേ. അപ്പോൾ നമ്മുടെ വെളിച്ചത്തിന്റെ അവസ്ഥ എന്തൊക്കെയോ കാര്യങ്ങൾ മിസ്സാണെങ്കിൽ
വെളിച്ചം മാറി നമുക്ക് കുരുടിൻ്റെ അല്ലെങ്കിൽ ഇരുട്ടിൻ്റെ അവസ്ഥയിലോട്ട് നമ്മൾ വഴുതി പോവാം. അതിവിടെ അപ്പോസ്തലനായ പത്രോസ് വളരെ വ്യക്തമായി പറയുന്നു. അത് വളരെ വ്യക്തമായി പറയുന്നു എന്ന് മാത്രമല്ല, പിന്നെ ഒരു വാണിംഗും കൂടി തരുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. അതായത് ഞാനല്ലാതെ അന്യ ദൈവം നിങ്ങൾക്ക് ഉണ്ടാകരുതെന്ന് പറഞ്ഞ ദൈവം, വെളിച്ചത്തിന്റെ ദൈവം, ആ വെളിച്ചത്തിന്റെ സിസ്റ്റത്തിൽ തന്നെ ആയിരിക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെയോ വേണം എന്നാണ് ഇവിടെ നമ്മൾ വായിച്ചത്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് തൊട്ട് മുന്നിലത്തെ വേദഭാഗങ്ങൾ വായിക്കും മനസ്സിലാവും. അതിൻ്റെ രണ്ടിൻ്റെ തന്നെ 2 പത്രോസ് 1-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെ നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. ആമേൻ, ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഇവിടെ വളരെ വ്യക്തമായി നമുക്കൊരു കാര്യം മനസ്സിലാവാം. നമുക്ക് ഈ ദൈവികത അല്ലെങ്കിൽ നമുക്കൊരു ഡിവൈൻ നേച്ചർ തരുന്നത് ദൈവത്തിൻ്റെ ആമേൻ പവറാണ്. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ ഈ ദൈവത്തിൻ്റെ പവർ ഇല്ലെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ആ ഡിവൈൻ നേച്ചർ അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലോട്ട് വരത്തില്ല. അപ്പോൾ തന്നെ ഇവിടെ പൗലോസ് പറയുക, അപ്പോൾ വളരെ നമ്മൾ ആ ഒരു ഡിവൈൻ നേച്ചർ ലഭിക്കുവാൻ വേണ്ടി, അതായത് ദൈവത്തിൻ്റെ പരിജ്ഞാനം അധികമായി വർദ്ധിപ്പിച്ച് അല്ലെങ്കിൽ പരിജ്ഞാനത്തിലൂടെയും ദൈവത്തിൻ്റെ ആ ദൈവവുമായിട്ട് കൂടുതൽ അടുത്തിരിക്കുന്നതിലൂടെയും ആ ദൈവത്തെ കൂടുതലായിട്ട് ആവശ്യബോധത്തോടെ അപ്രോച്ച് ചെയ്യുന്നതിലൂടെയും കിട്ടുന്ന ആ ഡിവൈൻ പവർ നമുക്ക് കൂടിയേ തീരുവെന്ന് ഇവിടെ പത്രോസ് പറയാം. അപ്പൊ നമ്മൾ ഈ ഇരുട്ടിലോട്ട് വഴുതി പോകുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ തന്നെ അറിവില്ലായ്മയും നമ്മുടെ തന്നെ ആറ്റിറ്റ്യൂഡിൻ്റെയും അപ്രോച്ചിൻ്റെയും പ്രശ്നമാണ്. നമുക്കൊരിക്കലും അതായത് കുറച്ച് ഇരുട്ടുണ്ട്, കുറച്ച് സംഭവം വെരി സിമ്പിളാണ്. നമ്മുടെ പവർ നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ നമ്മുടെ ആത്മീയമായി ദൈവത്തോട് കൂട്ടായിട്ട് ഇരിക്കുന്ന അവസ്ഥ നഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ പലപ്പോഴും ഇരുട്ടിൻ്റെ പ്രവൃത്തി ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇരുട്ടിനെ പലപ്പോഴും ജസ്റ്റിഫൈ ചെയ്യുന്നത്. അത് ഏറ്റവും വലിയ പാപമാണ്. ഏറ്റവും വലിയ പാപം എന്ന് വെച്ചാൽ ദൈവത്തിന് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു ശകലം പോലും ടോളറേറ്റ് ചെയ്യാത്ത ഇതാണ് അത് ജസ്റ്റിഫൈ ചെയ്യുന്ന കാര്യം. കാരണം അന്നേ ദൈവം വെളിച്ചവും ഇരുളും നമ്മൾ വേർതിരിച്ചതാ. ഒന്നീ വെളിച്ചം അല്ലെങ്കിൽ ഇരുള്. ഹല്ലേലൂയ. കാരണം ദൈവം വെളിച്ചത്തിൻ്റെ ദൈവമാ. നമ്മൾ വെളിച്ചത്തിലായിരിക്കാനാണ് ദൈവം ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ വളരെ ശ്രദ്ധയായിട്ട് അല്ലെങ്കിൽ നമ്മൾ കാണേണ്ട ഒരു വലിയ കീ ആയിട്ടുള്ളൊരു സാധനം പറയാണ്, ദൈവത്തിൻ്റെ ദിവ്യശക്തിയാണ് നമ്മളെ ഈ ദൈവികതയിലോട്ട് പിടിച്ചു നിർത്തുന്ന കാര്യം. അപ്പോൾ ദൈവത്തിൻ്റെ ദിവ്യശക്തിയെക്കുറിച്ച് നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാവാനുണ്ട്. ഹല്ലേലൂയ. അത് വേണം, അതില്ലാതെ പറ്റത്തില്ല. അപ്പോൾ ആ ദിവ്യശക്തിയുടെ കുറച്ച് ആട്രിബ്യൂട്ടാണ്, അവിടുത്തെ കുറച്ച് പ്രോമിസസ് ആണ് വിശ്വാസവും മോറൽ എക്സലൻസും നോളജും സെൽഫ് കൺട്രോളും പേഴ്സീവറൻസും ഗോഡ്ലിനെസ്സും ബ്രദർലി കൈൻഡ്നെസ്സും അഗപ്പയും അവിടെ എഴുതിയേക്കുന്നത്. അത് നമ്മൾ ഡെയിലി അപ്ഡേറ്റ് ചെയ്യണം. ഡെയിലി ദൈവമേ എനിക്ക് അധികം നിന്റെ ആത്മാവിനെ നൽകണമേ, അധികം നിന്റെ ആത്മാവിനെ നൽകണമേ, അധികം ആത്മാവിന്റെ ക്വാളിറ്റി നൽകണമേ, അധികം നിന്റെ ശക്തി നൽകണമേ. അധികം ആത്മാവിന് വേണ്ടി അധികമായി വാഞ്ചിക്കുന്ന ഒരു അവസ്ഥയിൽ മാത്രമേ ഈ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ കൂടുതലായി വരുള്ളൂ. ഹല്ലേലൂയ, യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഞാനത് പറയുമ്പോൾ തന്നെ അതിൻ്റെ കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കി, എന്തിനാണ് ഇങ്ങനെ ആത്മാവിന് ഇത്രയൊക്കെ നേടിയെടുക്കണം അല്ലെങ്കിൽ ചോദിച്ച് മേടിക്കാൻ ദൈവം പറഞ്ഞത് എന്തെന്ന് ഉടൻ തന്നെ മനസ്സിലാവും. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനെ അധികമായി നമ്മൾ നേടിയെടുക്കുക. അതാണ് ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ആ സെർമൺ ഓൺ മൗണ്ട്സിൽ ആ ഗിരിപ്രഭാഷണങ്ങളിൽ ഏറ്റവും ആദ്യം പറഞ്ഞത് എന്താണ്? ഏറ്റവും ആദ്യം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ ഏറ്റവും ആദ്യം 3-ാം വാക്യം 5-3 ഗിരിപ്രഭാഷണത്തിലെ ഏറ്റവും തുടക്കം തന്നെ എന്താണ്? അത് വളരെ ഇമ്പോർട്ടൻ്റ്, അത്ര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് അത്
യേശു അവിടെ പറഞ്ഞ അതിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് ഉടൻ തന്നെ മനസ്സിലാവും. നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ അത് എങ്ങനെയാ വരണേന്ന് മനസ്സിലാവും. അതൊന്ന് വായിച്ചാട്ടെ. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, ആ സ്വർഗരാജ്യം അവർക്കുള്ളത്. ആ ദുഃഖിക്കുന്നവർ മതി മതി ഭാഗ്യവാന്മാർ, മതി അവർക്ക് മതി അത് ആശ്വാസം. മതി മതി. അപ്പൊ ഏറ്റവും ആദ്യമായിട്ട് യേശു പറയുന്ന ഒരു കാര്യമാണ് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. നമ്മൾ ഇതിന്റെ ഓരോ സെക്ഷൻ ബൈ സെക്ഷൻ ആയിട്ട് എടുത്തതുകൊണ്ട് ഞാൻ ഫർദറായിട്ട് ഞാൻ ഡീറ്റെയിൽ ഒന്നും പറയുന്നില്ല. ജസ്റ്റ് ഒന്ന് ഓർപ്പിക്കപ്പെടുക മാത്രം ചെയ്യും. അവിടെ എഴുതിയേക്കുന്നത് അതായത് പുവർ ആസ് എ ബെഗർ, അതായത് ആ വാക്കാണ് ഗ്രീക്കിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് യാചകനാകുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, അതായത് ദാരിദ്ര്യത്തിന്റെ അങ്ങേയറ്റാണ് ഒരു യാചിക്കുന്ന അവസ്ഥ, ആരുടെങ്കിലും മുമ്പിൽ കൈ നീട്ടുന്ന അവസ്ഥ. ഇവിടെ ദൈവം പറയാണ് ആത്മാവിന്റെ കാര്യത്തിൽ നിങ്ങൾ ഒരു യാചകനായിരിക്കണം. ദൈവത്തിന്റെ മുമ്പിൽ കൈ നീട്ടണം. ദൈവത്തിനോട് ഈ കാര്യം എത്ര ആത്മാവ് കിട്ടിയാലും പോരാന്നുള്ളൊരു സാധനം വേണം. ആത്മാവിൽ നമുക്ക് ഒരിക്കലും ആത്മാവിന്റെ കാര്യത്തിൽ ഞാൻ പിന്നെയും പറയാം, ആത്മാവിന്റെ കാര്യത്തിൽ നമ്മൾ ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആയിട്ട് കണ്ടന്റ് ആയിട്ട് ഫീൽ ചെയ്യരുത്. വി നീഡ് മോർ, വി നീഡ് മോർ, വി നീഡ് മോർ. യേശുവിന്റെ തന്നെ ഒറ്റ സ്റ്റേറ്റ്മെന്റാ, തുടക്കത്തിലെ സ്റ്റേറ്റ്മെന്റാ. അപ്പോൾ അത് ഒരിക്കലും മാറില്ല. അതിന് അത്ര ആഴപ്പം മനസ്സിലാവും. ഉടൻ തന്നെ കാര്യങ്ങളിലോട്ട് മനസ്സിലാകും. ഹല്ലേലൂയ. കാരണം ഈ ആത്മാവാണ് നമുക്ക് ശക്തി നൽകുന്നത്. ആമേൻ, ഹല്ലേലൂയ. യെസ്, ഞാൻ ഒരു സിമ്പിളായിട്ടൊരു കാര്യം പറയാം. അപ്പോൾ ഈ നമ്മുടെ ക്രിസ്ത്യൻ ലൈഫിൽ ആത്മാവ്, അതോറിറ്റി, പവർ, ഇത് മൂന്ന് കാര്യമാണ് ദൈവമാണ് തരണത്. ഇതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് ചെറിയ നമ്മൾ ഇഗ്നോർ ചെയ്യാൻ പാടില്ല. യേശുവിനെ കുറിച്ച് തന്നെ പറയുന്നത് അപ്പോസ്തല പ്രവൃത്തി 10:38 ഒന്ന് എടുക്കാം. അപ്പോസ്തല പ്രവൃത്തി 10:38. നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോടുകൂടി ഇരുന്നതുകൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെ ഒക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. ഓക്കെ, അപ്പോൾ യേശുവിന് പോലും പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകത്തിന്റെ ആ ബേസിലാണ് യേശുവിന്റെ പോലും പ്രവൃത്തിയുടെ ആ സീക്രട്ട് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ അവർ 12 വിളിച്ചിട്ട് അവർക്ക് സകല ഭൂതങ്ങളുടെ മേലും സകല വ്യാധികളുടെ മേലും ശക്തിയും അധികാരവും കൊടുത്തു. ഇത് രണ്ട് സാധനം, ശക്തി, അധികാരവും ആത്മാവ്. അതായത് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കും, അറ്റ്ലീസ്റ്റ് ഞാനൊരു ബുദ്ധിപദേശമായിട്ട് പറയാം, നമ്മുടെ ജീവിതത്തിൽ അസാധ്യ കാര്യങ്ങൾ നടക്കണോ, വി നീഡ് പവർ, വി നീഡ് അതോറിറ്റി, വി നീഡ് ഹോളി സ്പിരിറ്റ്. ഇത് ശരിക്കും ദൈവത്തിൽ നിന്ന് വാഞ്ചയോടെ ചോദിച്ചു മേടിക്കണം. അത് നമ്മൾ ആ ഒരു ആ ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യണമെങ്കിൽ ദൈവികത എന്തെങ്കിലും, അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച സാക്ഷ്യം പറയുന്ന പോലെ നാച്ചുറലായിട്ട് നടക്കാനുള്ള കേസിന് ഇതൊന്നും വേണ്ട. അതെങ്ങനെ നടത്തോളും. അപ്പൊ അതനുസരിച്ചുള്ള എക്സ്പെക്ടേഷൻ മതി. നാച്ചുറൽ, അതിനകത്ത് വിശ്വാസി പോലും ആവണമെന്നില്ല. ഈ ലോകത്തിലെ ആൾക്കാരും മിടുക്കനാണെങ്കിൽ അവനും പല കാര്യം. പക്ഷേ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള കാര്യം നമ്മുടെ ജീവിതത്തിൽ നടക്കണോ, ഹല്ലേലൂയ, വി നീഡ്, ആമേൻ, ഹല്ലേലൂയ, പവർ, വി നീഡ് അതോറിറ്റി, വി നീഡ് ഹോളി സ്പിരിറ്റ്. ഈ അതോറിറ്റിയും പവറും ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടി സിമ്പിളായിട്ട് പറയാം. നമ്മുടെ നാട്ടിലൊരു നിയമം ഇപ്പം അടുത്തടുത്ത് വന്നു. ഒരു എക്സാമ്പിൾ മനസ്സിലാവാൻ വേണ്ടിയാണ്. പന്നീനെ വെടിവെക്കാൻ പഞ്ചായത്തിന് ലൈസൻസ് കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു അധികാരം കൊടുത്തിട്ടുണ്ട് പുതിയ ഗവൺമെൻറ്, കേരളത്തിലെ ഗവൺമെൻറ്. പഞ്ചായത്തിന് കണ്ടില്ല അതിന് കൊടുക്കാൻ തോന്നുന്നു. വെടിവെക്കാൻ ലൈസൻസ് ഉള്ളവർക്ക്, തോക്കുള്ളവർക്ക് പന്നീനെ വെടിവെക്കാൻ കാട്ടുമൃഗം എന്നുള്ള വകുപ്പിൽ നിന്ന് മാറ്റി ഈ ലൈസൻസ് കൊടുത്തു കഴിഞ്ഞാൽ ലൈസൻസ് എടുത്ത് വെടിവെക്കാം. ഓക്കെ, അപ്പം ഞാൻ ഒരു എക്സാമ്പിളിന് ഒരു ഉദാഹരണം പറയണം. സപ്പോസ് ഒരു ആൾക്ക് കയ്യിൽ തോക്കുണ്ടെന്ന് വെച്ചോ, പക്ഷെ അയാൾക്ക് ഈ ലൈസൻസ് എടുത്തിട്ടില്ല. അപ്പോൾ എന്താണ് സംഭവം? അവൻ്റെ കയ്യിൽ പവറുണ്ട്, വെടിവെക്കാനുള്ള വെപ്പണുണ്ട് അവൻ്റെ കയ്യിൽ, പക്ഷേ അവന് അധികാരമില്ല, അതോറിറ്റി ഇല്ല. ഇനി ഒരുത്തിന് ഈ പറഞ്ഞ മാതിരി എങ്ങനെയോ ലൈസൻസ് കിട്ടി, പക്ഷെ അവൻ്റെ തോക്കില്ല. അപ്പം അവൻ അധികാരമുണ്ട്, അതോറിറ്റി ഉണ്ട്, പക്ഷെ അവൻ്റെ കയ്യിൽ പവറില്ല. അപ്പം ഞാൻ മനസ്സിലാവാൻ വേണ്ടിയാണ് പറഞ്ഞത്. അപ്പം ഇത് ആത്മീയ ജീവിതത്തിലുണ്ട്. നമുക്ക് അധികാരവും വേണം, അതായത് ആ ഒരു കാര്യത്തെ
നമ്മ നിയന്ത്രിക്കാൻ ദൈവികമായ അധികാരവും വേണം. ഹല്ലേലൂയ. അതേപോലെ തന്നെ അതിൻ്റെ ശക്തിയും വേണം. അതാണ് ശരിക്കും പറഞ്ഞാൽ ശിഷ്യന്മാർക്ക് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തത്. ഹല്ലേലൂയ. ഇപ്പം നമ്മളെ ദൈവം എന്തെങ്കിലും ഒരു കാര്യം ഏൽപ്പിക്കുകയാണെങ്കിൽ നമ്മൾ ഈ കാര്യം മനസ്സിലാക്കിയിട്ട് ദൈവത്തോട് ചോദിക്കണം, ദൈവമേ നീ അതെന്നെ ഏൽപ്പിച്ചു. ഐ നീഡ് യു ടു അനോയിന്റ് മീ വിത്ത് പവർ ആൻഡ് അതോറിറ്റി. ഹല്ലേലൂയ. അത് വളരെ സീരിയസ് ആയിട്ട് പ്രാർത്ഥിക്കണം. മാത്രമല്ല ഈ കാര്യത്തെക്കുറിച്ച് ഹാൻഡിൽ ചെയ്യുവാനും അതിനാവശ്യമാവുന്നുള്ള വലിയ നോളജും വലിയ പരിശുദ്ധാത്മാവിൻ്റെ എത്ര ആവശ്യമുണ്ട് അത് മുഴുവൻ ദൈവത്തോട് ചോദിച്ച് നമ്മൾ മേടിച്ചോണം. ആമേൻ. ഹല്ലേലൂയ. യെസ്, ശരിക്കും ബെഗ് ഫോർ സ്പിരിറ്റ്. ഗോഡ് വിൽ ഡെഫിനറ്റ്ലി ഗീവ് യു വാട്ട് ഇസ് അത് ശരിക്കും ആവശ്യമുള്ളത്. അതിന് വേണ്ടത് നമുക്കത് തന്നിരിക്കും. ഹല്ലേലൂയ. ഇനി ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഇങ്ങനെ ബെഗ് ചെയ്യുന്നവർക്കാണ് എന്താണ് ദൈവരാജ്യം. ലൂക്കോസിന്റെ സുവിശേഷം 6:20 അവിടെ സ്വർഗരാജ്യം എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം നമ്മൾ രണ്ടും സെയിം ആയിട്ട് തൽക്കാലം നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ദൈവികമായ ആ സംഭവം നമ്മൾ കുറച്ചുകൂടെ ആഴത്തിൽ നമ്മൾ പ്രാക്ടിക്കലായിട്ട് നോക്കാം. ഈ മത്തായി സുവിശേഷം 12:28 ഒന്ന് വായിച്ചാൽ. മത്തായി സുവിശേഷം 12:28. ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിലും ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരിക്കുന്നു സ്പഷ്ടം. ആമേൻ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മൾ വേറൊരു തലത്തിലോട്ട് കുറച്ചുകൂടെ ഇത് നമ്മൾ ദൈവത്തെ പഠിച്ചുകൊണ്ടാണ് ഇരിക്കണത്. ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടായിരുന്നു പറയുമ്പോൾ ആ ദൈവത്തിൻ്റെ ചില ആട്രിബ്യൂട്ടൊക്കെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഒന്ന് നമ്മൾ ആദ്യം കണ്ടായിരുന്നു. ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെതായ ആ ഒരു ഇരുളും വെളിച്ചവും തമ്മിൽ വേർതിരിച്ചൊരു സിസ്റ്റം. എന്നിട്ട് നമ്മൾ കണ്ടു നമുക്കത് അവിടെ ഒരു പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലാണ് നമ്മളെ ഈ ദൈവികത ഇരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഈ ഡിവൈൻ നേച്ചർ ഇരിക്കുന്നത്. അതില്ലെങ്കിൽ പോയി, അല്ലെങ്കിൽ നമ്മൾ വെറും സാധാരണ ആൾക്കാരെ പോലാണ് ഇരുളിൻ്റെ പരിപാടിയൊക്കെ ആയിരിക്കും ചെയ്യണം. അപ്പം അത് എങ്ങനെ കിട്ടണം, അല്ലെങ്കിൽ അത് നമുക്ക് അതിനു വേണ്ടിയാണ് നമ്മൾ ഇപ്പം എന്താ പഠിച്ചത് അത് ചോദിച്ച് മേടിച്ചോണം ദൈവത്തോട്, ഭയങ്കരമായിട്ട് വാഞ്ചിച്ച് മേടിച്ചോണം. അത് നമ്മൾ ആ ദൈവിക സിസ്റ്റത്തിൽ തന്നെ ഇരിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തം. അല്ല അത് ഇല്ലാത്തവനെ കുരുടൻ. അത് പെട്ടെന്ന് നമ്മൾ രക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ ഈ അടിമ വീടായ ആ മിസ്രൈമിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടെന്നുള്ള കാര്യമൊക്കെ മറന്നിട്ട് നമ്മൾ ഈ ലോകത്തിൻ്റെതായ പിന്നെയും ആ അടിമത്തത്തിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ പഠിച്ചു വന്നപ്പോൾ ഇവിടെ ഒരു കാര്യം കാണുന്നു. യേശു പറയുകയാണ് 28-ാം വാക്യത്തിൽ ഇവിടെ ഇങ്ങനെ പറയുന്നു, ദൈവാത്മാവിൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു എങ്കിലോ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരിക്കുന്നു സ്പഷ്ടം. ഇത് പരിശുദ്ധാത്മാവിനാൽ നമ്മൾ വ്യക്തമായി വിവേചിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഈ ദൈവരാജ്യത്തിൻ്റെ അവസ്ഥ ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് ദൈവമക്കൾക്ക് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ കിട്ടേണ്ടതാണ്, അല്ലെങ്കിൽ അത് വേണം, അത് ഉണ്ടെന്നാണ് സ്പഷ്ടമായിട്ട് യേശു പറയുന്നത്. അതായത് നമ്മൾക്ക് അല്ലെങ്കിൽ ഭൂതങ്ങളെ പുറത്താക്കാൻ പറ്റുന്നുവെങ്കിൽ, രോഗികളെ സൗഖ്യമാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ മനസ്സിലാക്കുക വി ആർ ഓൺ കിങ്ഡം പ്രിൻസിപ്പിൾ. ഈ വേദഭാഗങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവരാജ്യത്തിൻ്റെ സിസ്റ്റം അതായത് ഫ്യൂച്ചറിൽ എപ്പോഴേലും നടക്കേണ്ടതായിട്ടൊരു വിശ്വാസി കരുതാൻ പാടില്ല. ഞാൻ അങ്ങോട്ട് വരിക. അതായത് ദൈവത്തെ മനസ്സിലാക്കണമെങ്കിൽ ഈ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവണം. ഇവിടെ യേശു എന്താ പറയണേ? യേശു പറഞ്ഞത് അവിശ്വസിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ലല്ലോ. യേശു അല്ല പറഞ്ഞേ. അതായത് ഭൂതങ്ങളെ ഞാൻ പുറത്താക്കുന്നുണ്ടെങ്കിൽ ഇവിടെ പറയാം ദൈവരാജ്യം നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നു സ്പഷ്ടം. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ ഇപ്പോഴും ഹല്ലേലൂയ നമുക്ക് ഭൂതങ്ങളെ പുറത്താക്കാൻ പറ്റും. നമ്മൾ ശുശ്രൂഷ ചെയ്യുന്നതാണ്. രോഗികളെ സൗഖ്യമാക്കുന്നതാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, വി ആർ ഓൺ കിങ്ഡം പ്രിൻസിപ്പിൾ. ദൈവരാജ്യത്തിന്റെ പ്രിൻസിപ്പിളിലാണ് നമ്മൾ. ഹല്ലേലൂയ. അതൊരു ഫ്യൂച്ചർ ആക്കല്ലേ. അതാണ് ദൈവനെ പഠിപ്പിച്ചത്. ദൈവനെ വ്യക്തമായിട്ട് ശാസിച്ച് അമർച്ച ചെയ്ത് പഠിപ്പിച്ചതാ. ഡോണ്ട് തിങ്ക് ഇറ്റ് ഈസ് സംതിങ്, അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യമായിട്ട് ചിന്തിക്കല്ലേ. നമ്മൾ ഈ ലോകത്തായിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന് നമ്മളെ കിങ്ഡം പ്രിൻസിപ്പിളിൽ നടത്താൻ ആഗ്രഹം. ആമേൻ. അത് ഈ പരിശുദ്ധാത്മാവിൻ്റെ ഒരു തലത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അത്യന്ത ശക്തിയാൽ നടക്കുന്ന കാര്യമാണ്. ഹല്ലേലൂയ. ഞാൻ ആ കാര്യങ്ങളിലോട്ട് ഉടൻ തന്നെ കൂടുതൽ ഡീപ്പായിട്ട് വരുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നടക്കുന്ന വഴി, അല്ലെങ്കിൽ എൻ്റെ ലൈഫ് കിങ്ഡം പ്രിൻസിപ്പിളിലായിരിക്കണം.
ദൈവരാജ്യത്തിൻ്റെ പ്രിൻസിപ്പിളായിരിക്കണം. ഹല്ലേലൂയ. അത് ശക്തിയുടെ രാജ്യമാണ്, അത് അധികാരത്തിൻ്റെ രാജ്യമാണ്, അത് പരിശുദ്ധാത്മാവിൻ്റെ രാജ്യമാണ്. അവിടെയാണ് രോഗികൾ സൗഖ്യമാകുന്നത്. യെസ്, അവിടെയാണ് ഭൂതങ്ങൾ പുറത്താക്കുന്നത്. അവിടെയാണ് യെസ് ആമേൻ സൂപ്പർ നാച്ചുറൽ പവറിൽ ചില കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഹല്ലേലൂയ. യെസ്, ഇറ്റ്സ് നോട്ട് നാച്ചുറൽ, ഇറ്റ് ഈസ് സൂപ്പർ നാച്ചുറൽ, ഇറ്റ് ഈസ് ഹല്ലേലൂയ. അത് ദൈവത്തിൻ്റെ അത്യന്തിക ശക്തിയാണ് യെസ് ആമേൻ അത് നടത്തുന്നത്. സോ അതുകൊണ്ട് തന്നെ ഞാനൊരു വേറൊരു രീതിയിലോട്ട് ഉടൻ തന്നെ ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ഈ പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ ദൈവം പഠിപ്പിച്ച ആ ഒരു കാര്യം നമ്മൾ വ്യക്തമായിട്ട് നമ്മൾ ശരിക്കും ഉള്ളിലോട്ട് എടുക്കണം. ഹല്ലേലൂയ. അവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? പ്രാർത്ഥന, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ. അങ്ങനെയാണല്ലോ. ഞാൻ അത്രയും തൽക്കാലം നിർത്തും. അതിനുശേഷമുള്ള കാര്യം വിട്. ഈ ദൈവത്തെ മനസ്സിലാക്കണം. ഈ കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞ ദൈവം എന്താ പറയുക? നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണം. ആമേൻ. നിന്റെ രാജ്യം വരണം. അപ്പൊ രാജ്യത്തിന്റെ കാര്യം ആദ്യം പറഞ്ഞിട്ട് നാമത്തിന്റെ കാര്യം പറയാം. ഞാനിത് ദൈവം ആരാന്ന് പഠിപ്പിക്കുക, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാനിത് പറയണേ. അപ്പോ നമ്മൾ ഇത്തരം പഠിച്ച എന്താ? യേശു എന്താ പറഞ്ഞേ? നമുക്ക് ശരിക്കും പറഞ്ഞാൽ ദൈവരാജ്യത്തിന്റെ പ്രിൻസിപ്പിളായിരിക്കണം നമ്മൾ. അത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നടക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവരാജ്യത്തിന്റെ പ്രിൻസിപ്പിൾ. അതുകൊണ്ടാണ് ആ പത്രോസിനോടൊക്കെ പറയുന്നത്, നീ നിന്റെ കയ്യിൽ ചാവിയുണ്ട്, സ്വർഗരാജ്യത്തിന്റെ ഇതുണ്ട്, താക്കോലുണ്ട്. അപ്പം നിന്നെ എതിർക്കുവാൻ ഒരു അന്ധകാര ശക്തിയും അനുവദിക്കാതിരിക്കാൻ വേണമെങ്കിൽ അല്ലെങ്കിൽ അവൻ ആരെങ്കിലും പ്രവർത്തിക്കാൻ നിനക്ക് അവനെ കെട്ടിയിടാൻ പറ്റും. ഏതെങ്കിലും ഒരുത്തൻ നിന്റെ ജീവിതത്തിൽ നിന്റെ മണ്ഡലിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് അവനെ അഴിക്കാൻ പറ്റും. പരിശുദ്ധാത്മാവിനെ പഠിപ്പിച്ചു, ഡു ഇറ്റ് നൗ, ഇപ്പം ചെയ്യും. കാരണം എന്താ? ഇവിടെ എന്താ എഴുതിയേക്കണേ? നിന്റെ രാജ്യം വരണമേ എന്ന് ഉള്ള സാധനം നമ്മൾ എപ്പോഴും ഫ്യൂച്ചർ ടെൻസിൽ എടുക്കണേ, അല്ലെങ്കിൽ പിന്നീട് എപ്പോഴും നടക്കാം. നോ. നമ്മൾ ദൈവത്തിന്റെ സിസ്റ്റത്തിലാണെങ്കിൽ ഇപ്പോഴേ ദൈവികമായ വലിയ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വേണോ? യെസ് ആമേൻ, ഹല്ലേലൂയ. മേക്ക് ഷുവർ ദാറ്റ് വി ആർ ഇൻ കിങ്ഡം പ്രിൻസിപ്പിൾ നൗ ഇറ്റ്സെൽഫ്. ദൈവരാജ്യം എൻ്റെ ആറ്റിറ്റ്യൂഡിൽ, എൻ്റെ റലത്തിൽ, എന്നെ ഏൽപ്പിച്ച മേഖലകളിൽ, എൻ്റെ ലൈഫിൽ, ഹല്ലേലൂയ, എന്നെ ഏൽപ്പിച്ച എല്ലാ മണ്ഡലങ്ങളിലും ദൈവരാജ്യ പ്രിൻസിപ്പിൾ, ദൈവരാജ്യം വരണം, ദൈവമായിരിക്കണം അവിടുത്തെ രാജാവ്, അവിടുത്തെ കർത്താവ്, അവന്റെ ശക്തി ആയിരിക്കണം അത് നടത്തുന്നതെന്ന് സമയം നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? Things will change. Definitely it will change. Hallelujah. അതൊന്ന് പ്രാർത്ഥിക്കുക. ഡെഫിനറ്റ്ലി. നമ്മുടെ ലൈഫ്, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ കാഴ്ചപ്പാടൊന്ന് മാറിയാൽ വലിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കും. അപ്പൊ നമ്മൾ പഠിച്ചു വന്ന കാര്യം, ഹല്ലേലൂയ, ദൈവരാജ്യത്തിന്റെ പ്രിൻസിപ്പിൾ തന്നെയാണ് നമ്മൾ പോകേണ്ടത്. ഹല്ലേലൂയ. അതിനു മുമ്പേ തന്നെ യേശു പറയുന്നൊരു കാര്യമാണ്. ഞാൻ കഴിഞ്ഞ ഈ ദിവസങ്ങളിലാണ് ദൈവം എനിക്ക് അതിനുള്ള യഥാർത്ഥമായൊരു വെളിപ്പാട്. ഈ ദൈവം ഇങ്ങനെ പറയുന്നു, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണം. അപ്പോൾ ഈ നാമം വിശുദ്ധീകരിക്കപ്പെടുക എന്നുള്ളൊരു ആശയം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ആശയമാണ്. ഈ ദൈവരാജ്യം ഇപ്പം തന്നെ വേണം നമ്മൾ പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ് ദൈവത്തിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടുക എന്നുള്ളത്. അതിനുവേണ്ടി നമുക്ക് പെട്ടെന്ന് യെഹെസ്കേലിന്റെ പുസ്തകം 36-ാം അധ്യായം 20 മുതൽ താഴോട്ടൊന്ന് വായിച്ചാൽ അതിൻ്റെ യഥാർത്ഥ ഒരു എസൻസ് മനസ്സിലാവും. അവർ ജാതികളുടെ ഇടയിൽ ചെന്നു ചേർന്നപ്പോൾ ഇവർ യഹോവയുടെ ജനം, അവരുടെ ദേശം വിട്ടുപോകേണ്ടി വന്നവർ എന്നവർ അവരെ കുറിച്ച് പറയുമാറാക്കിയതിനാൽ അവർ എന്റെ വിശുദ്ധ നാമത്തെ അശുദ്ധമാക്കി. എങ്കിലും ഇസ്രായേൽ ഗൃഹം ചെന്നു ചേർന്ന ജാതികളുടെ ഇടയിൽ അശുദ്ധമാക്കിയ എന്റെ വിശുദ്ധ നാമത്തെ കുറിച്ച് എനിക്ക് അയ്യോഭാവം തോന്നി. കണ്ടോ, ഇവിടെ എഴുതുന്നുണ്ടോ? ദൈവം തന്നെ യെഹെസ്കേലിലൂടെ പറയുകയാണ് ഇസ്രായേൽ മക്കളെ കുറിച്ച്, ഇവരുടെ പാപം പ്രവർത്തി നിമിത്തം, അത് മൊത്തം ആ അധ്യായം വായിക്കുമ്പോൾ അങ്ങനെ മനസ്സിലാവും, അവരുടെ തരത്തിലുള്ള ആ ജീവിതത്തിലെ അവസ്ഥ നിമിത്തം അവര് അടിമത്തത്തിൽ പോയി, അല്ലെങ്കിൽ അവർ വളരെ 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 അവസ്ഥയിൽ പോയിട്ട് മറ്റുള്ള ജാതികളുടെ ഇടയിൽ പോയിട്ട്, എന്നിട്ട് എന്താ ഇവിടെ ദൈവം പറയണത്? കണ്ടോ, ഇവരുടെ പ്രവൃത്തി നിമിത്തം എന്താ സംഭവിക്കുന്ന അവസാനം? എൻ്റെ നാമം, കാരണം ഇവര് ദൈവത്തിന്റെ നാമം പേർന്നവരല്ലേ, എൻ്റെ നാമം അശുദ്ധമാക്കി. എന്നിട്ട് ദൈവത്തിന് ആ നാമത്തെ കുറിച്ച് അയ്യോഭാവം തോന്നി. അതാണ് അതിൻ്റെ അകത്ത് ഒരു എസൻസ് ഇരിക്കുന്നത്. ഹല്ലേലൂയ.
അതുകൊണ്ടാണ് ഈ 23-ാം സങ്കീർത്തനമൊക്കെ പറയുന്നത്, തിരുനാമം നിമിത്തം, ബിക്കോസ് ഓഫ് യുവർ നെയിം സേക്ക് ലീഡ് മീ ഇൻ റൈച്ചസ്നസ്. ദാവീദിനൊക്കെ അതിൻ്റെ ആ ഒരു എസൻസ് എപ്പോഴും അറിയാം. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന ഒരു അവസ്ഥ നമ്മൾ മനസ്സിലാക്കുക, അവരുടെ പ്രവൃത്തി നിമിത്തം എന്ത് സംഭവിക്കുന്നു? ദൈവനാമം അശുദ്ധമാവുന്നു. എന്നിട്ട് ബാക്കി വായിച്ചട്ടെ. അതുകൊണ്ട് നീ ഇസ്രായേൽ ഗ്രഹത്തോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേൽ ഗ്രഹമേ, നിങ്ങളുടെ നിമിത്തമല്ല, നിങ്ങൾ ചെന്നു ചേർന്ന ജാതികളുടെ ഇടയിൽ നിങ്ങൾ അശുദ്ധമാക്കിയിരിക്കുന്ന എന്റെ വിശുദ്ധ നാമം നിമിത്തം അത്രേ ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ജാതികളുടെ ഇടയിൽ നിങ്ങൾ അശുദ്ധമാക്കിയതായി അവരുടെ ഇടയിൽ അശുദ്ധമായി പോയിരിക്കുന്ന എന്റെ മഹത്തായ നാമത്തെ ഞാൻ വിശുദ്ധീകരിക്കും. ജാതികൾ കാണുകെ ഞാൻ എന്നെ തന്നെ നിങ്ങൾ വിശുദ്ധീകരിക്കുമ്പോൾ ഞാൻ യഹോവ എന്ന് അവർ അറിയും എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ഞാൻ നിങ്ങളുടെ ജാതികളുടെ ഇടയിൽ നിന്ന് കൂട്ടി സകല ദേശങ്ങളിൽ നിന്നും നിങ്ങളെ ശേഖരിച്ച് സ്വന്തം ദേശത്തേക്ക് വരുത്തും. ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും, നിങ്ങൾ നിർമ്മലരായി തീരും. ഞാൻ നിങ്ങളുടെ സകല മലിനതയെയും സകല വിഗ്രഹങ്ങളെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിൽ ആക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. മതി. ഹല്ലേലൂയ. ഈ വേദഭാഗം ഞാൻ ഈ 2 വാക്യങ്ങൾ എപ്പോഴും ഞാൻ കോട്ട് ചെയ്യുന്നതാണ്. പക്ഷെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടില്ലേ? ദൈവത്തിൻ്റെ നാമം ഇവരുടെ പ്രവൃത്തി മൂലം മലിനപ്പെട്ടു. ജാതികളുടെ ഇടയിൽ ദൈവത്തിൻ്റെ നാമം മലിനപ്പെട്ടു. അപ്പൊ ദൈവത്തിന് ആ ഒരു അവസ്ഥയോട് അയ്യോഭാവം തോന്നിയിട്ട് ദൈവത്തിന് എന്താ പദ്ധതി? അതുകൊണ്ടാണ് വളരെ ശ്രദ്ധിക്കണേ, ഇവരുടെ ആ പാപത്തിന്റെ അവസ്ഥയിൽ നിന്ന് മാറി, അതായത് അവരുടെ മേൽ നിർമ്മല ജലം തളിക്കപ്പെട്ട് ശുദ്ധീകരിക്കപ്പെട്ട് അവരുടെ കല്ലായുള്ള ഹൃദയം മാറി മാംസളമായ ഹൃദയം വന്ന് അതിനകത്ത് ആത്മാവിലെ കൊടുത്ത് ദൈവത്തിന്റെ ചട്ടങ്ങളിലും വിധികളിലും നടത്തിക്കണം. അല്ലല്ലോ, എന്തിനാ? ദൈവത്തിന്റെ നാമം റീഗെയിൻ ചെയ്യാൻ. ആമേൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ഇരുളും, അതായത് നമുക്കൊരു ചിന്തയുണ്ട്, ചിലപ്പോൾ ദൈവം കണ്ണടയ്ക്കൊന്നുമില്ല. ഇവരിത്രയും പാപത്തിൽ, ഇത്രയും ബുദ്ധിമുട്ടിൽ, അല്ലെങ്കിൽ മറ്റുള്ള ഈ ജാതികളുടെ ഇടയിൽ ചിതറപ്പെട്ട് വളരെ അവസ്ഥയിലായിരിക്കുമ്പോഴും ദൈവം എങ്ങനെയാ ദൈവത്തിന്റെ നാമം തിരിച്ച് റീഗെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത്? അതൊക്കെ അങ്ങ് കണ്ണടച്ചിട്ടാണോ ദൈവം ഒരു അത്ഭുതം അങ്ങ് എടുത്തിട്ട് ഇവരെന്ത് വേണം ചെയ്തോട്ടെ, പക്ഷെ അതൊന്നും പ്രശ്നമല്ല? അങ്ങനെ അല്ല. വെളിച്ചവും ഇരുളും തമ്മിൽ ഒരിടപാടും ഇല്ല. ഈ ഇരുളിക്കിടക്കുന്നവര് മാനസാന്തരപ്പെട്ട് നിർമ്മല ജലം തളിക്കപ്പെട്ട് ഹൃദയം കല്ലിന്റെ അവസ്ഥ മാറി മാംസളമായ അവസ്ഥ വന്നിട്ട് ആത്മാവിൽ ആമേൻ പുതുക്കം വെച്ചിട്ട് ദൈവത്തിന്റെ ചട്ടങ്ങളിൽ വിധികളിൽ നടത്തിച്ചിട്ട് വേണം അവര് ഹല്ലേലൂയ ദൈവത്തിന്റെ നാമം, അശുദ്ധമായും തകർക്കപ്പെട്ടുമായ നാമം ഒന്ന് റീഗെയിൻ ചെയ്യാൻ. ഹല്ലേലൂയ. അപ്പോ നമ്മളെപ്പോഴും പ്രാർത്ഥന ചൊല്ലുമ്പോൾ, നമ്മളധികം ചൊല്ലാറില്ലെങ്കിലും മറ്റുള്ള സമുദായക്കാർ ചൊല്ലുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മളും ചൊല്ലേണ്ടതാണത്. ആമേൻ. എൻ്റെ ജീവിതം അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടാൻ ഉപയോഗിക്കണമേ ദൈവമേ. എവരി പ്രയർ, എല്ലാ പ്രാവശ്യവും നമ്മൾ പ്രാർത്ഥിക്കണം, എൻ്റെ ജീവിതം കൊണ്ട് അങ്ങയുടെ നാമം അശുദ്ധമാവുകയല്ല, വിശുദ്ധീകരിക്കപ്പെടണം. എൻ്റെ പ്രവൃത്തി നിമിത്തം, എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്ത മേഖലകളിൽ, എൻ്റെ സംസാരത്തിൽ, എൻ്റെ പ്രവൃത്തികളിൽ, എൻ്റെ എല്ലാ ഇടപാടുകളിലും ദൈവമേ അങ്ങയുടെ നാമം മഹത്വപ്പെടുവാൻ, ജാതികളുടെ മുമ്പിൽ മഹത്വപ്പെടുവാൻ അങ്ങ് നടത്തണമേ എന്നുള്ളൊരു പ്രാർത്ഥനയും അതുപോലെ അങ്ങയുടെ രാജ്യത്തിൻ്റെ പ്രിൻസിപ്പിളിലായിരിക്കണം ഞാൻ എന്നുള്ള പ്രാർത്ഥനയാണ് ആദ്യത്തെ 2 പ്രാർത്ഥനാ വാചകം. അതിനുശേഷമാണ് ദൈവത്തിന്റെ ഇഷ്ടം ചോദിക്കുക. അതൊരു വേറെ സിസ്റ്റം, ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും പറയാം. സോ ബിഗ്, പക്ഷെ അറ്റ്ലീസ്റ്റ് യു ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദിസ് തിങ്. ദൈവത്തിന് ഹല്ലേലൂയ, അവന്റെ നാമം ഹല്ലേലൂയ നമ്മൾ മുഖേന വിശുദ്ധീകരിക്കപ്പെടുക വേണ്ടത്. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. എനിക്കറിയില്ലായിരുന്നു കേട്ടോ, ഞാൻ ഈ ഒരു ആംഗിളിൽ ദൈവം എന്നെ ഇപ്പോഴാണ് എനിക്കത് വെളിപ്പെടുത്തിയത്. ഹല്ലേലൂയ, ഇറ്റ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ്. ഹല്ലേലൂയ. എൻ്റെ ജീവിതം ദൈവത്തിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടാനാണ്. ഞാൻ കിങ്ഡം പ്രിൻസിപ്പിളുള്ള ആളായിരിക്കണം. ഹല്ലേലൂയ. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ കിങ്ഡം പ്രിൻസിപ്പിളിൽ, പവറിൽ, അതോറിറ്റിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഈ വിശ്വാസ ജീവിതത്തെക്കുറിച്ചുള്ള, അല്ലെങ്കിൽ വിശ്വാസ പ്രാക്ടിക്കൽ അപ്രോച്ച് വളരെ ഇമ്പോർട്ടൻ്റ്. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ആഴ്ച അതുപോലെ ചർച്ചിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞായിരുന്നു. ഹല്ലേലൂയ. ഈ വിശ്വാസം എന്ന് പറയുന്നത് ശരിക്കും ദൈവനെ പഠിപ്പിച്ചൊരു സിമ്പിളായിട്ടൊരു ലോജിക്ക.
ദൈവം എന്നെ എൻ്റെ പേഴ്സണൽ ഒരു പ്രാർത്ഥന, ഒരു ആവശ്യത്തിൽ ദൈവം എന്നെ പഠിപ്പിച്ചതാണ്. ദൈവം പറഞ്ഞു വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ അല്ലെങ്കിൽ അതായത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങൾ നിശ്ചയമാണല്ലോ വിശ്വാസം. ദൈവം പറഞ്ഞു ടേക്ക് ഇറ്റ് ഇൻ ദിസ് വേ. നമ്മൾ ഓഫീസിൽ നമ്മുടെ ഏതൊരു പരിചയക്കാരനെ കണ്ടു, അല്ലെങ്കിൽ നമ്മുടെ ഒരു സുഹൃത്തിനെ കണ്ടു, എപ്പോഴും ഉച്ചയ്ക്ക് കണ്ടു എന്ന് വെച്ചോ, എന്നിട്ട് അവരോട് പറയാം നമുക്ക് വൈകുന്നേരം നമുക്ക് ഒരുമിച്ച് ചായ കുടിക്കാം. അതായത് നമുക്ക് ഒത്തിരി ഒത്തിരി നാളായാലും നമ്മൾ പുറത്ത് പോയി ചായ കുടിച്ചിട്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ജസ്റ്റ് ഒരു കോഫിയുടെ ഒരു എഗ്രിമെൻറ്റ് ഒന്ന് ആലോചിക്കാം. അപ്പം നമ്മൾ ആ വ്യക്തിയെ റെസ്പെക്റ്റ് ചെയ്യും, ആ പറയുന്ന കാര്യം ഓക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ റെഡി ആയിട്ട് ആ റെസ്റ്റോറൻറ്റിൽ അല്ലെങ്കിൽ ആ കോഫി ഷോപ്പിൽ എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ പോവും, നമ്മൾ തയ്യാറായി നമ്മളവിടെ പോവും. ശരിക്കും പറഞ്ഞാൽ ദൈവം പറഞ്ഞു വിശ്വാസം എന്നുള്ളത് അത്രയാണ്. അതായത് ഉച്ചയ്ക്ക് ദൈവം അല്ലെങ്കിൽ ഈ എഗ്രിമെൻറ്റിൽ എന്താ പറയണേ, വൈകുന്നേരം കാപ്പി കുടിക്കും അല്ലെങ്കിൽ ആ ഒരു ആക്ടിവിറ്റി നടക്കും. അപ്പം അത് വിശ്വാസം എന്ന് ആശിക്കുന്നതിൻ്റെ ഉറപ്പും, അതായത് നടക്കുന്നുള്ള ഉറപ്പല്ലേ. അത് കണ്ടോ ഇത്, പക്ഷെ കാണാത്ത കാര്യത്തിൽ നിശ്ചയമല്ലേ. ആ കോഫി കുടി നടക്കുന്നുള്ളതിൻ്റെ ഉറപ്പല്ലേ. അപ്പം നമ്മൾ ഈ രണ്ടുപേരും അത്ര ഒരു സിമ്പിൾ കേസായതുകൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് അവിടെ പോവും, നമ്മളവിടെ കാപ്പി കുടിച്ചിരിക്കും. ഞാൻ പറഞ്ഞ പ്രാക്ടിക്കലോട്ട് വരാം. ഈ സാറയുടെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, സാറ ഈ നിനക്ക് അടുത്ത ഈ ആണ്ടിൽ, ഈ വർഷം അല്ലെങ്കിൽ അടുത്ത ആണ്ടിൽ ഈ സമയത്ത് നിനക്കൊരു കുഞ്ഞുണ്ടാകുന്ന പറഞ്ഞ സാറ ചിരിച്ചു. അപ്പോൾ ആ ഒരു അവസ്ഥയും അല്ലല്ലോ ഈ കോഫി ഷോപ്പിൽ അല്ലെങ്കിൽ കോഫി സിസ്റ്റത്തെ നമ്മൾ കണക്ട് ചെയ്താൽ മനസ്സിലാവും. സപ്പോസ് ഈ വിളിച്ച ഒരുത്തന് രഹസ്യമായിട്ട് മറ്റുള്ള അവൻ്റെ വീട്ടിൽ ഒരു CCTV വെച്ചിട്ടുണ്ടെന്ന് ഓർത്തോ. അപ്പോൾ ഇവൻ അല്ലെങ്കിൽ മറ്റൊരുത്തൻ വിചാരിക്കുക, അവൻ വരുമോ, അവൻ ഒരു പണി, അവൻ അവിടെ ചെന്ന് കോഫി ഷോപ്പിൽ നിന്ന് വിളിക്കട്ടെ, എന്നിട്ട് ഞാൻ റെഡി ആയിട്ട് പോവാം എന്നാണ് ഒരുത്തൻ വിചാരിച്ചിരിക്കുന്നെങ്കിൽ, മാത്രമല്ല അവൻ അത് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ ഒരു മാനസികാവസ്ഥ എന്താവും? അപ്പം നടക്കുമോ? നടക്കത്തില്ല. ഹല്ലേലൂയ. കാരണം നമ്മുടെ ദൈവം ഹല്ലേലൂയ നമ്മളെപ്പോഴും കണ്ട, ഈവൻ സാറ മനസ്സിൽ ചിരിച്ചതുപോലും കണ്ട ദൈവം. ഒരു വിശ്വാസത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം നടക്കണോ, ദൈവം ഏതാ പഠിപ്പിച്ചേ? ജസ്റ്റ് ആക്ട് ആസ് ഇഫ് ഇറ്റ് ആക്ച്വലി ഹാപ്പൻ. ആ ഒരു പ്രോസസ്സിലോട്ട് നമ്മൾ ജസ്റ്റ് അങ്ങനെ അന്ന് ഉറപ്പായിട്ട് നടക്കും. കാരണം പറഞ്ഞവൻ വിശ്വസ്തനാ. അതങ്ങ് ജസ്റ്റ് നമ്മൾ അതിനുവേണ്ടി ആ ആക്ടിവിറ്റി എന്തൊക്കെ വേണോ അതെന്തങ്ങ് ജസ്റ്റ് അങ്ങ് ചെയ്താൽ മതി. ഹല്ലേലൂയ. കാരണം ആ വേദഭാഗം നമ്മൾ ഹീബ്രു 11:11 നമ്മൾ വായിക്കുവാണെങ്കിൽ, ഞാൻ ജസ്റ്റ് 2 മിനിറ്റിൽ നിർത്തിക്കോളാം കേട്ടോ. ഹല്ലേലൂയ. എബ്രായർ 11:11 ഇംഗ്ലീഷിൽ ഞാൻ വായിക്കാം. By faith even Sarah herself received the ability to conceive. അപ്പം സാറ അത് ആക്ച്വൽ ഗ്രീക്കിലെ പവർ ടു റിസീവ് എന്നാണ്. അതായത് ആ സാറ റിസീവ് ദ പവർ. ഹല്ലേലൂയ. Even beyond the proper time of life, since she considered him faithful who had promised. പ്രിയ ദൈവമക്കളെ, ഇന്ന് മുതൽ ഹല്ലേലൂയ ദൈവം എന്തെങ്കിലും കൽപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ, ചില അസാധാരണമായ കാര്യങ്ങൾ, ദൈവികമായ കാര്യങ്ങൾ സൂപ്പർ നാച്ചുറലായിട്ട് നടക്കണോ, ഹല്ലേലൂയ വിശ്വാസത്തിന്റെ ആക്ഷൻ അവിടെ ചെയ്യുക. ആമേൻ. ആ രക്തസ്രാവക്കാരത്തിയായ സ്ത്രീ, യേശു അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും എന്ന് പറഞ്ഞപ്പോൾ യേശു എന്താ പറഞ്ഞേ? വിശ്വാസത്തിന്റെ പ്രവൃത്തി അവിടെ നടത്തിയപ്പോൾ യേശു എന്താ പറഞ്ഞേ? എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. വിശ്വാസം എന്ന് പറഞ്ഞ, വിശ്വാസത്തിന്റെ വാക്കെന്ന് പറഞ്ഞ ഇതാ. ഹല്ലേലൂയ. യെസ്, ഹല്ലേലൂയ. ദൈവം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ വേണമെങ്കിൽ, ഹല്ലേലൂയ, അത് ലഭിച്ചുവെന്ന് വിശ്വസിച്ച് ആ വിശ്വാസത്തിന്റെ പുറത്ത് നമ്മൾ ആക്ട് ചെയ്യുമ്പോൾ, നമ്മൾ അറിയാതെ തന്നെ സ്വർഗത്തിൽ നിന്നൊരു ശക്തി നമ്മുടെ ജീവിതത്തിലോട്ട്, നമ്മുടെ മണ്ഡലങ്ങളിലോട്ട് വ്യാപരിച്ച്, ഹല്ലേലൂയ, അത് ദൈവം അത് നേടിത്തരും. അത് അങ്ങനെ തന്നെ നടക്കും. യെസാമേൽ ഒരു വൃദ്ധയായ സാറയ്ക്ക്, ഹല്ലേലൂയ, യെസാമേൽ ആ ഒരു കുഞ്ഞിനെ ദൈവത്തിന് കൊടുത്തുവെങ്കിൽ, ഹല്ലേലൂയ, അതൊരു അമാനുഷികമായ സൂപ്പർ നാച്ചുറൽ ആയ ഒരു സംഭവമാണ്. ഹല്ലേലൂയ. അവിടെ നല്ല പ്രായത്തിൽ നടന്നിട്ടില്ല. പക്ഷേ മാത്രമല്ല, വൃദ്ധയായ ശേഷം
ടോട്ടലി നിർജീവാവസ്ഥയെ മാറ്റി ജീവനുള്ള അവസ്ഥ വരുത്തിയത് എങ്ങനെ ഇവിടെ എഴുതിയേക്കണത്? ഈ ഹിബ്രുവില് അല്ലെങ്കിൽ എബ്രായ ലേഖനത്തില് അവൾ ഒരു പ്രത്യേക പവർ റിസീവ് ചെയ്തായിരുന്നു. വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ട ആമേൻ, ആ രക്തസ്രാവക്കാരത്തി സ്ത്രീയുടെ മേല് യേശുവിൽ നിന്നൊരു ശക്തി പുറപ്പെട്ടു. അല്ലേ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നടക്കണോ? ഹല്ലേലൂയ. അത് നമ്മുടെ കയ്യിലായിരിക്കണം. കാരണം ദൈവം ഓൾറെഡി തന്നതാ. വാട്ട് ഈസ് ദൈവത്തിന്റെ എല്ലാ സിസ്റ്റവും ദൈവം ഓൾറെഡി അഷ്വർ ചെയ്ത പ്രോമിസ് ചെയ്താ. ദൈവത്തിനത് മാറ്റാൻ പറ്റും. പിന്നെ ആകെപ്പാട് നമുക്ക് തടസ്സപ്പെടുന്ന നമ്മുടെ തന്നെ അവിശ്വാസമാണ്. കാരണം ഹീ ഈസ് ഓൾവേസ് ലുക്കിംഗ്. സാറ ചിരിച്ചതുപോലെ അവൻ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ അപ്രോച്ച്, നമ്മുടെ എല്ലാ ആക്ഷനും നമ്മുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങളെ നേടണമോ? ഹല്ലേലൂയ. കാരണം ഹല്ലേലൂയ അത്ര വലിയ ദൈവമാണ് നമ്മളെ വിളിച്ചത്. ഹല്ലേലൂയ. ആ ദൈവം ഹല്ലേലൂയ നമ്മളെ ഹല്ലേലൂയ അതെ അടിമത്തത്തിൽ നിന്ന്, നാശത്തിൽ നിന്ന്, ഇരുളിൽ നിന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അവന് കുറച്ച് സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിൽ നമ്മൾ മുന്നോട്ട് പോവാം. ഈ വചനങ്ങൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.